നമ്മളുടെ വളപ്പിൽ തന്നെ മരച്ചീനി ഉണ്ട് കേട്ടോ. മരച്ചീനി പറഞ്ഞാൽ കൊള്ളിയാണ്. നമ്മളവിടെ കൊള്ളി എന്നാണ് പറയാൻ. ഞാൻ ഇനി അറിയാത്തവർക്കായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമുക്കത് പറിക്കാൻ പോവാം കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി നമുക്കതിനെ പീസാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം കുറച്ച് മൂപ്പ് കൂടിയിറക്കണം. അപ്പോൾ ഇത് മരം പോലെ എന്നാണ് നമ്മളിവിടെ പറയുക കേട്ടോ. ബലം വെച്ചു, തൊലിയൊന്നും കളഞ്ഞാൽ കിട്ടില്ല, വേവില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ട. ബാക്കിയുള്ളതൊക്കെ തൊലി കളഞ്ഞെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് ഈ കൊള്ളീനെ അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയണം. അതിന് ഞങ്ങളിവിടെ പറയുക കട്ട് ഊറ്റുക എന്നാണ്. അതായത് കൊള്ളിക്ക് കയ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോയിക്കോളും. അപ്പം നമുക്കത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേറെ കുറച്ച് ചൂടുവെള്ളമായിരുന്നെങ്കിൽ അതൊഴിച്ചാൽ മതി. അല്ല പച്ചവെള്ളമാണെങ്കിൽ അതൊഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും ആ കൊള്ളീനെ നമുക്ക് അതിലിടാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 3 ചീനമുളക്, എരിവ് വേണ്ടവർക്ക് കൂടുതലിടാം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കിതിനെ നന്നായി വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കി ചേർക്കണം. ഇല്ലെങ്കിൽ അത് അവിടെയും ഇവിടെയും പിടിച്ചിരിക്കും. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൊള്ളി നന്നായി വെന്തിറങ്ങും. ഇനി ഇതിങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. കുക്കറിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ, സത്യം പറഞ്ഞാൽ ഇതൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൊള്ളിയും ചിക്കനും ആവും. അപ്പോൾ സബോള ഇട്ടിട്ട് നമുക്കതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉള്ളി വഴന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലോട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, പിന്നെ ഒരു 2 സ്പൂൺ ചിക്കൻ മസാലയും,
എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് എണ്ണ തെളിയണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് ടൊമാറ്റോ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. നന്നായി പേസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വേഗം ഇതാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിൽ അരയ്ക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഞാനിവിടെ ഒരു 1.5 സ്പൂണാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലിയാണ് എരിവിന് ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് കുരുമുളക് പൊടി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഇതും മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. 1.5 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. എൻ്റെ ചെറിയ കുക്കറായ കാരണം കൊണ്ട് 2 വിസിലടിക്കണം. വലിയ കുക്കറാണെങ്കിൽ 1 വിസിലടിച്ചാൽ മതി കേട്ടോ. എന്തായാലും നമ്മൾ 4 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു കട്ടൻ ചായയും കൂടിയാവാം. കട്ടൻ ചായയും കൊള്ളിയും ചിക്കനും കൂടി കഴിക്കാം. അപ്പം ഞാനൊരു ക്ലാസിക് ലുക്കിന് വേണ്ടിയിട്ട് ഇതാ ഒരു വാഴൻ്റെ ഇലയിലോട്ടാണ് കേട്ടോ ഞാൻ ഈ കൊള്ളീനെ ഇടണത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതും നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചാലും ചിക്കൻ അടിപൊളിയാണ് കേട്ടോ.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.